വിവാദ പ്രസ്താവനയുമായി ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണൻ. ജയിക്കാൻ കശ്മീരിലുള്ള വോട്ടുകളും വേണമെങ്കിൽ ചേർക്കുമെന്നും അതിൽ കുഴപ്പമില്ല എന്നുമാണ് ബി. ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. വോട്ട് പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്കിടെയാണ് ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രതികരണം. സുരേഷ് ഗോപിയുടെ വാനരന്മാർ പരാമർശത്തെയും ഗോപാലകൃഷ്ണൻ ന്യായീകരിക്കുകയായിരുന്നു. പ്രതികരണം കാണാം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. അത് നാളെയും ചെയ്യും. വിലാസം വ്യാജമൊന്നുമില്ല. അല്ല, അതൊക്കെ 1-2 വല്ല തെറ്റിദ്ധാരണയും, ബാക്കിയൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഞാൻ തൃശ്ശൂർക്കാരനാണ്. അങ്ങനെ ഒരു വീട്ടുടമയും പരാതി പറഞ്ഞിട്ടില്ല. ഏതോ ഒരു സ്ഥലത്ത് മറ്റോ അതിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ലോക്സഭയിൽ ജയിക്കാനാണ് തീരുമാനിച്ചത്. അതൊക്കെ നിയമസഭയുടെ സമയമാകുമ്പോൾ ആലോചിക്കും. ലേബി സൈന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ 1 വർഷം ആളുകളെ കൊണ്ട് താമസിപ്പിച്ച് വോട്ട് ചെയ്യിക്കും എന്ന് ധൈര്യസമേതം പറയുകയാണ് ഗോപാലകൃഷ്ണൻ. അപ്പോൾ തൃശ്ശൂരിൽ ജയിച്ചത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയല്ലേ? ഇപ്പോൾ ആരോപണവും അത് തന്നെയായിരുന്നല്ലോ. പല സ്ഥലങ്ങളിൽ നിന്നായി കൊണ്ടുവരുന്നു, അതിഥി തൊഴിലാളികളെ അടക്കം വോട്ടർ പട്ടികയിൽ ചേർക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കശ്മീരിൽ നിന്ന് വരെ ആളുകളെ കൊണ്ടുവരുമെന്ന്. തീർച്ചയായും സ്മൃതി, ഒരു മടിയുമില്ലാതെ വോട്ടർ പട്ടികയിൽ ഇത്തരത്തിൽ ക്രമക്കേട് കാണിക്കുന്നതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വോട്ടുകൾ ഇനിയും ചേർക്കും. ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക് പുറമെ നിന്ന ആളുകളുടെ വോട്ടുകൾ 1 വർഷം ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതിന് ശേഷം ചേർക്കും എന്ന് തന്നെ പറയുകയാണ്. അതായത് ലേബി, ഇപ്പോൾ അവിടെ വോട്ട് ചെയ്ത ശേഷം മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതും തെറ്റില്ല എന്നാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ വേണമെങ്കിൽ മനസ്സിലാക്കാം. തീർച്ചയായും അത് തന്നെയാണല്ലോ സ്മൃതി. ഈ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു കുഴപ്പവും ഇത്തരത്തിൽ വോട്ട് ചേർക്കുന്നതിലോ വോട്ട് ചെയ്തതിലോ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പുറമേ നിന്ന് വന്ന് ഇത്തരത്തിൽ ജയിപ്പിക്കാനായി വോട്ട് ചേർത്തതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, ജയിക്കാനായി ഏത് മണ്ഡലത്തിലും ഇനിയും വോട്ട് ചേർക്കും. അത് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഇനിയും വോട്ട് ചേർക്കും. അത് മാത്രമല്ല, ഏത് വിലാസത്തിലും ആളെ ചേർക്കും. ഇവിടെ വന്ന് ജമ്മു കാശ്മീരിൽ നിന്നായാലും ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരെ വോട്ടർ പട്ടികയിൽ ചേർക്കുകയും ചെയ്യും. ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ അത്തരത്തിൽ ഇനിയും വോട്ട് ചേർക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ബി. ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. സ്മൃതി, ശരി, ഇതിനോട് മറ്റ് ബി.ജെ.പി. നേതാക്കൾ ആരെങ്കിലും പ്രതികരിച്ചോ? സുരേഷ് ഗോപി ഏതായാലും വാനര പ്രതികരണത്തിന് ശേഷം ഒന്നും മിണ്ടിയിട്ടില്ല. വാനര പ്രതികരണവും തെറ്റില്ല എന്നാണോ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്? അതുതന്നെയാണ് സ്മൃതി. സുരേഷ് ഗോപിയുടെ ഈ വാനര പരാമർശത്തെയും ന്യായീകരിക്കുകയായിരുന്നു ഗോപാലകൃഷ്ണൻ. ആരെങ്കിലും ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്യുന്നവരാണ് വാനരന്മാർ. രാഹുൽ ഗാന്ധിയും അതാണ് ചെയ്തത് എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ ബി. ഗോപാലകൃഷ്ണൻ നടത്തിയത്. ഇവിടെ ഇന്ന് അമിത്ഷാ പങ്കെടുക്കുന്ന ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ നടക്കുകയാണ്. പാലാരിവട്ടത്തെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന സമയത്താണ് ബി. ഗോപാലകൃഷ്ണൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. അതിനുശേഷം ഇപ്പോൾ മറ്റ് നേതാക്കൾ അതിന് മുൻപേ കടന്നുപോയി. അതുകൊണ്ട് തന്നെ ഇതിനുള്ള പ്രതികരണം നമുക്ക് തേടാനായിട്ടില്ല. അത് മാത്രമല്ല, സുരേഷ് ഗോപിയാണ് ഇപ്പോൾ അതിനുശേഷം ഇതുവഴി കടന്നുപോയത്. സുരേഷ് ഗോപി വന്ന സമയത്ത് കൃത്യമായി ഇവിടെ നിന്ന് മാധ്യമങ്ങളെ മാറ്റുകയും ചെയ്തു. അമിത്ഷാ വരുന്നതിന് മുന്നോടിയായി സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മാധ്യമങ്ങൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞു നമ്മളെല്ലാം ഇപ്പോൾ ഇപ്പുറത്തെ ഗ്രൗണ്ടിലേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതിനിടയിലൂടെ ഇപ്പോൾ സുരേഷ് ഗോപി അകത്തേക്ക് കടന്നു പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ പ്രതികരണം നമ്മൾക്ക് ഇവിടെ തേടാനും സാധിച്ചില്ല. സ്മൃതി, ശരി, ലേബി സൈന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ബി. ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രസ്താവന.